വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ലെയറൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാപ്പ് ചെയ്യാം. ബേബി ഗേൾസിനും ബോയ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്യാപ്പ് തന്നെയാണിത്. ഗേൾസിനാണ് നമ്മൾ അധികം ഈ ഒരു ലെയറുള്ള ക്യാപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്യാപ്പ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നല്ല ലെയർ ആയിട്ടുള്ള ഒരു ക്യാപ്പാണിത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാപ്പാണ്. നമുക്കിത് ഒരുപാട് കളേഴ്സിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ യാണും അതുപോലെ മൾട്ടി കളർ ഫ്ലവറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഈ ഒരു ക്യാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലാസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു ക്യാപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ചെയ്യുന്നത് ഹോബി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു വൈറ്റ് യാണാണ്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് 100 ഗ്രാമിൻ്റെ ഒരു യാണാണ്. ഞാൻ 3 mm ഹുക്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3.5 mm ഹുക്സെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ലൈറ്റ് യാണാണ്. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. 4 പ്ലേ യാണാണെങ്കിൽ തന്നെ 3 ആയതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഏത് സൈസിലും വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് 3 to 6 months ഒരു സൈസിലാണ്. അപ്പോൾ ഇതിൻ്റെ സൈസിൻ്റെ സ്റ്റാർട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ ഒരു സൈസിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിൻ്റെ ഈ ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളിവിടെ 3 ചെയിൻ ചെയ്തു. ഞാനിവിടെ ചെയ്യുക ഈ ഒരു സെൻറ്ററിലേക്കാണ്. ഇങ്ങനെ ഈ ഒരു കാണുന്ന റൗണ്ട് പോലെ കാണുന്ന ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനിവിടെ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. ഞാനിവിടെ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഞാനവിടെ ചെയ്യുക 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇത് നമുക്ക് ഇവിടെ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ ഈ ഒരു 3 ചെയിൻ നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ 12 സ്റ്റിച്ച് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് 2 ആയി. കാരണം ചെയ്യുക ഹുക്ക് ഈ ഒരു സെൻറ്ററിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ച്. ആ 3 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ 12 സ്റ്റിച്ചാണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഈ ഒരു മാജിക് ഇതുണ്ടല്ലോ, ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ടൈലൻഡ് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഈ ഒരു സർക്കിൾ നമുക്ക് ഇങ്ങനെ റിമൂവ് ആക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DC-യുടെ ടോപ്പിൽ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത DC-യുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് 3 ചെയിൻ ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. യാണോവർ ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ താഴെ 12 സ്റ്റിച്ച് ചെയ്തു. ഇനി മുകളിൽ എല്ലാ സ്റ്റിച്ചിലും 2 വീതം ചെയ്ത് അത് 24 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. തേർഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 ചെയ്തു. സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. ഫോർത്ത് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 ചെയ്തു. സെയിം സ്പേസിൽ 1 കൂടി ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് അങ്ങനെ ചെയ്യുക. അപ്പോൾ താഴെ നമുക്ക് എത്ര സ്റ്റിച്ചാണോ എടുത്തത്, ഇപ്പോൾ നിങ്ങൾ താഴെ 10 സ്റ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ അത് 20 സ്റ്റിച്ചാവും. അപ്പോൾ നമ്മൾ താഴെ 12 സ്റ്റിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ 12 സ്റ്റിച്ച് ആയതുകൊണ്ട് ഈ ഒരു 12 സ്റ്റിച്ചിന് നമുക്ക് 24 സ്റ്റിച്ചാക്കിയിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു ക്യാപ്പിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ നമുക്ക് കൂടി കൂടി വരും. അതിനാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ 12 ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്യണം. ഓരോ റൗണ്ടും നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഓരോ റൗണ്ട് എഴുതി വെക്കണം കേട്ടോ. ആദ്യം നിങ്ങൾ മാജിക് സർക്കിൾ ചെയ്യുക, എന്നിട്ട് അതിൽ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാമെന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിന് ശേഷം അത് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ട് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം സെക്കൻഡ് റൗണ്ട് എഴുതി വെക്കുക. അതിന് ശേഷം ചെയ്യുക. അത് നമ്മൾ ഓരോ റൗണ്ട് എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് തെറ്റാതെ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ ഫുള്ളും 2 ഡബിൾ ക്രോഷ്യ നിങ്ങളുടെ പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്താൽ ഈ ഒരു സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു 3 ചെയിൻ ഫസ്റ്റ് ചെയ്ത 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. ഈ ഫസ്റ്റ് DCയുടെ ടോപ്പിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലും സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് സെക്കൻഡ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് റൗണ്ടിൽ 3 ചെയിൻ ചെയ്യാം. എല്ലാ സ്റ്റാർട്ടിങ്ങിലും ഈ ഒരു 3 ചെയിൻ തന്നെ ചെയ്യും കേട്ടോ. അതിന് ശേഷം സെയിം സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ചെയിൻ ചെയ്ത് പിന്നെ അടുത്ത ചെയിനിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ സെയിം സ്പേസിൽ അപ്പോൾ ഈ 3 ചെയിൻ ചെയ്ത് അവിടെ അല്ല കേട്ടോ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തത്, ഞാൻ സെയിം സ്പേസ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, സോറി. നമ്മൾ ഈ ഒരു 3 ചെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ആണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷം അതിൽ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കാം. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു 3 ചെയിൻ നമ്മൾ ഒരു 1 ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇവിടെ നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഒരു 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ്. ഒന്ന് ചെയ്തു, സെയിം തന്നെ ഒന്നും കൂടി ചെയ്യാം. അടുത്ത റൗണ്ടിൽ 1 ചെയ്യാം, അടുത്ത റൗണ്ടിൽ 2 ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ മുഴുവൻ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് ഇൻക്രീസ് ആയിട്ട് വരും. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത്. അതിനോട് 12 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 36 സ്റ്റിച്ചാണ് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് ഓരോ റൗണ്ടും നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് 36 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ നിങ്ങൾ കൗണ്ട് അപ്പ് ചെയ്ത് നോക്കുക. 36 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, യാണോ ചെയ്യുക, ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 4ാമത്തെ റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ചെയ്യാം, യാണോ ചെയ്യുക. അടുത്ത ചെയിനിൽ നമുക്ക് ഒരു DC ചെയ്യാം. അപ്പോൾ 3 ചെയിന് നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. അടുത്ത ചെയിനിൽ നമ്മളൊരു DC ചെയ്തു. ഈ ഒരു റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 3ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കും. 3ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ തേർഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് റൗണ്ടിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. 1 1 2 ഇങ്ങനെ ചെയ്ത് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്ത് 48 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. ഓരോ റൗണ്ടിലും 12 സ്റ്റിച്ച് നമുക്ക് ഇൻക്രീസ് ആയി വരും. ഇൻക്രീസിങ്ങിൻ്റെ റൗണ്ടിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് 48 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനോട് പുറത്തേക്ക് എടുക്കാം.
അപ്പോൾ നമുക്ക് കസ്റ്റമറിനോട് ഞാൻ അളവ് ചോദിച്ചപ്പോൾ അവർക്ക് 4 ഇഞ്ച് മതി എന്നാണ് പറഞ്ഞത്. ചെറിയ ബേബി ആയതുകൊണ്ട് 4 ഇഞ്ച് മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇനി അടുത്ത റൗണ്ടിൽ നിങ്ങൾ 3 ചെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ 1 1 2 ആണ് ചെയ്തത്. ഈ 1 1 ഉള്ളത് 3 എണ്ണം ചെയ്യുക. 1 1 1 ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്യുക. പിന്നെ അടുത്ത റൗണ്ട് നമ്മൾ 4 1 1 1 ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്യുക. പിന്നെ അടുത്ത റൗണ്ട് നമ്മൾ 5 1 1 1 ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്രയാണോ ഈ ഒരു ലെങ്ത്ത് മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യുക. എനിക്ക് 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 4 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അങ്ങനെ മടക്കി വെച്ച് നോക്കിയാലും നമുക്ക് ഈ ഒരു 4 ഇഞ്ച് തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിക്ക് എങ്ങനെയായാലും നിങ്ങൾ എടുത്ത് നോക്കുക. മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്യാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 48 സ്റ്റിച്ചാണ് കിട്ടുക. അതിന് നമുക്ക് ഓരോ റൗണ്ടിലും നമുക്ക് ഈ ഒരു 48 സ്റ്റിച്ച് തന്നെ കിട്ടണം. ഇനി നമുക്ക് ലെങ്ത്ത് കിട്ടുന്ന വരെ നമ്മൾ ഓരോ റൗണ്ടിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള റൗണ്ട് ഇങ്ങനെ ഇവരെ കംപ്ലീറ്റ് ആക്കാം. ഇത് തിരിച്ചു വരാം. റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 48 സ്റ്റിച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് ലെങ്ത്ത് കിട്ടുന്നവരെ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതുവരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു 5 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടതെങ്കിൽ ഈ ഒരു 5 ഇഞ്ചും നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 48 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോഴും 48 കിട്ടണം. ഇതാണ് നമ്മളെ ലെങ്ത്തിനേക്കുള്ള ഫസ്റ്റ് റൗണ്ട്. ഇതിൽ സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോഴും 48 കിട്ടണം. തേർഡ് റൗണ്ട് ചെയ്യുമ്പോഴും 48 കിട്ടണം. അതിങ്ങനെ ഇൻക്രീസിങ് ആവാനോ ഡിക്രീസിങ് ആവാനോ പാടില്ല. അപ്പോൾ അധികം ആൾക്കാർക്കും ഇതിങ്ങനെ ഈ 48 ഉള്ളത് ചിലപ്പോൾ 50 ആവും സെക്കൻഡ് റൗണ്ടിൽ, അടുത്ത റൗണ്ടിൽ 52 ആവും. അങ്ങനെ 2 3 സ്റ്റിച്ചസ് ആഡായി വരുമ്പോൾ നമുക്ക് നമ്മളെ വിടുത്ത് ഇങ്ങനെ കൂടി വരുന്നതായി തോന്നും. അപ്പോൾ കറക്റ്റ് നമുക്ക് ക്യാപ്പിൻ്റെ ഷേപ്പ് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ റൗണ്ടും കൗണ്ട് ചെയ്യുക. എത്ര സ്റ്റിച്ചാണ് ഇപ്പോൾ 48 അല്ലെങ്കിൽ ഇനി ഇൻക്രീസിങ് ചെയ്തിട്ടാണ് നിങ്ങൾ സ്റ്റിച്ചസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് ഈ വിടുത്ത് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ റൗണ്ട് കൗണ്ട് ചെയ്യുക. ഈ റൗണ്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. അതിന് ശേഷം വരുന്ന ഈ താഴത്തേക്ക് വരുന്ന എത്ര റൗണ്ട് ചെയ്യണമെന്ന് നോക്കുക. ആ ചെയ്യുന്ന റൗണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു റൗണ്ടിൽ കിട്ടിയ സ്റ്റിച്ചസ് തന്നെ ആവണം. അപ്പോൾ എനിക്ക് ഇവിടെ 48 ആയതുകൊണ്ട് എനിക്ക് 48 തന്നെ കിട്ടണം താഴെ വരെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ 48 കൂടി 60 സ്റ്റിച്ചാണ് അടുത്തതിൽ കിട്ടണമെങ്കിൽ ആ 60 സ്റ്റിച്ച് ആവണം താഴെ വരെ ചെയ്താൽ. അങ്ങനെ ഇപ്പോൾ 100 സ്റ്റിച്ചാണ് കിട്ടിയെങ്കിൽ വലിയ ഇതൊക്കെ ചെയ്യുമ്പോൾ 100 സ്റ്റിച്ചാണെങ്കിൽ 100 സ്റ്റിച്ച് തന്നെ താഴത്തേക്കും കിട്ടണം. ആ ഒരു രീതിക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 റൗണ്ട് കൂടി 5 6 റൗണ്ട് കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവർ 7 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 5 ഇഞ്ച് ചെയ്തിട്ട് നോക്കട്ടെ നമുക്ക് എത്ര. അവിടെ ഞാൻ 5 ഇഞ്ച് വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. അപ്പം എനിക്ക് ഓരോ സ്റ്റിച്ചിലും സെയിം നമ്പർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് അതേപോലെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഇനി ഞാനിവിടെ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ ഒരു ഹുക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് താഴത്തേക്ക് എടുക്കാം. അതിന് ശേഷം യാണോ ചെയ്യുക സെയിം ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 2 സ്റ്റിച്ച് കിട്ടും. യാണോ ചെയ്യുക ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമുക്ക് തൊട്ടടുത്ത ചെയിനിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, വീണ്ടും യാണോ ചെയ്യുക. ഹുക്കിന് ആ സെയിം സ്പേസ് കൂടി എടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. താഴത്തെ കൂടെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ
നമ്മളിത് ഈ റൗണ്ട് ഫുള്ളും ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊരു ക്യാപ്പിന് ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കാൻ, ആ ലെയർ പോലെ നമ്മൾ താഴത്തേക്ക് ചെയ്യുമ്പോൾ ആ ലെയർ ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് താഴത്തെ കൂടെ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും യാണോ ചെയ്യുക, താഴത്തേക്ക് എടുക്കുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, യാണോ ചെയ്യുക, 2 ലൂപ്പിനോട് പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഹുക്ക് ഇടുന്ന ഭാഗം മാത്രം ഒന്ന് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഹുക്ക് ഇട്ടത് നമ്മളിങ്ങനെ താഴത്ത് കൂടിയ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് എടുക്കുക, യാണോ ചെയ്യുക. വീണ്ടും സെയിം സ്പേസ് കൂടി ഇങ്ങനെ വലിച്ച് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ബാക്ക് പോസ്റ്റ് കിട്ടും. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമുക്കിങ്ങനെ എല്ലാ താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് കൂടി ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ലെയറായിട്ട് വരും. ഇവിടെ അതുപോലെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ടിലനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ മെഷർമെൻറ്റ് ചോദിച്ചാൽ, നമുക്കിപ്പോൾ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ക്യാപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അതൊന്ന് മെഷർ ചെയ്ത് തരികയാണ്, അവർ മെഷർമെൻറ്റ് എടുത്ത് തരികയാണെങ്കിൽ നമുക്ക് കറക്റ്റിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തന്നിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ ചാർട്ട് ഉണ്ടല്ലോ, ഈ ചാർട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഏകദേശം മെഷർമെൻ്റ് എടുത്ത് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കറക്റ്റാവും. ഇതിപ്പോൾ അവർ കറക്റ്റ് എനിക്ക് ക്യാപ്പിൽ വെച്ചിട്ട് മെഷർമെൻ്റ് എടുത്ത് തന്നതുകൊണ്ടാണ് 5 ഇഞ്ച് ലെങ്ത്ത്, 7 ഇഞ്ച് ലെങ്ത്താണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 ഇഞ്ച് വരെ ചെയ്തു. ഇനി നമുക്ക് താഴത്തേക്ക് 2 ഇഞ്ച് വേറെ ലെയർ പോലെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ഭാഗം ത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 ഇഞ്ച് വരെ ലെങ്ത്ത് എടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 10 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പ് ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 10 ഇഞ്ച് വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ഓരോ റൗണ്ടും ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് കിട്ടുമോയെന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ലെങ്ത്ത് അളന്ന് നോക്കുക. ഇവിടുന്ന് ഇതുവരെ ആണ് ലെങ്ത്ത് ഉള്ളത്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് കിട്ടുന്ന വരെ നിങ്ങൾ അളന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നമ്മൾ ഒരുപാട് ബിഗിനേഴ്സ് നമ്മളെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അതൊന്നും അറിയേണ്ട ആവശ്യമില്ലെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോവാം. അതല്ല, ഈ ഒരു ബിഗിനേഴ്സിന് നമ്മളിങ്ങനെ ഒരുപാട് ഡൗട്ട് വരുന്ന സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ചുറ്റിലും ഇങ്ങനെ ഫ്രണ്ട് പോസ്റ്റ് അല്ല ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു പോർഷൻ പോലെ വരും. അത് പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണാനും പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെയിനിലേക്കും നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനോട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മുകളിലത്തെ ഭാഗത്തുള്ള ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നുണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത്. ആദ്യം നമ്മൾ ഈ ഒരു താഴെ കാണുന്ന സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 3 ചെയിൻ ചെയ്യാം. 1 2 3. ഇനിയാണോ ചെയ്യുക, സെയിം സ്പേസിൽ 3 ചെയിൻ ചെയ്ത ആ സെയിം സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, യാണോ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പ് കിട്ടും. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 3 ചെയിൻ നമ്മളൊരു
ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെയിം സ്പേസിൽ നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്തു. അതുപോലെ തന്നെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ തൊട്ടടുത്ത ചെയിനിൽ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിലും നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും 2 വീതമാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ 3 സ്റ്റിച്ചിൽ നമ്മൾ 6 സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തു. അടുത്ത 4ാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴത്തെ ഭാഗത്ത് 5ാമത്തെ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. അങ്ങനെ ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 വീതം ഇങ്ങനെ ചെയ്യുക. അത് നമുക്കിങ്ങനെ ലെയർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഈ റൗണ്ട് മുഴുവനും എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ലെയർ പോലെ കിട്ടും കേട്ടോ. നല്ല ലെയർ ആയിട്ടാണ് നമ്മളെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു താഴെ ഭാഗത്തേക്ക് ലെയർ പോർഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷേ വീതം ഇങ്ങനെ ചെയ്ത് ഈ ഒരു ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത DCയുടെ ഈ 3 ചെയിൻ അല്ലാതെ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണവൽ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്യുക. 1 2 3. ഇനി നമ്മൾ 4 ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 5ാമത്തെ ചെയിനിൽ 2 ചെയ്യുക. 3 ചെയിൻ ചെയ്തു. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4th ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 5ാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ എല്ലാ ചെയിനിലും 2 ചെയ്തത്. ഇത് നമ്മൾ 5ാമത്തെ ചെയിനിൽ മാത്രമാണ് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 4th ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഇനി 5th വണ്ണിൽ 5ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 4 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, വീണ്ടും 4 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4th ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 5th വണ്ണിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 5th വണ്ണിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവനും 4 സിംഗിൾ ക്രോഷേ 4 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമ്മൾ ചെയ്തു. 5ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്തു. ഒരു ചെയിനിൽ തന്നെ 2 ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മളെ ക്യാപ്പ് കണ്ടോ ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ലെയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുക. അതിനാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചെയ്ത DCയുടെ 3 ചെയിനല്ല, ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമുക്ക് യാണ് മുകളിലേക്കും അതുപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് കൊടുക്കാം. നമുക്ക് ഈ ഒരു യാണ് ഹൈഡാക്കി കൊടുക്കാം. പിന്നെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഇവിടെ ഉള്ളിലൂടെ എടുത്തിട്ട് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു നോട്ട് പോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു അടിപൊളി ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. കാണുമൊന്നുമില്ല, എന്നാലും ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗം നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ആക്കാം. ഇതാണ് നമ്മളെ ഫ്രണ്ട് പോർഷൻ ആക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടാവുക. ഈ ഒരു ഭാഗം ഇങ്ങനെ
നമുക്ക് ക്യാപ്പ് ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാപ്പാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കിതിൽ ഒരു ഫ്ലവറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കസ്റ്റമർ ഒരു മൾട്ടി കളർ ഫ്രോക്കിൻ്റെ കൂടെയാണ് ഈ ഒരു ക്യാപ്പ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഫ്ലവറിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നോക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് വേറെ കളേഴ്സ്, ഒരുപാട് കളേഴ്സ് നമുക്കിങ്ങനെ നമ്മൾ ഏതാണോ ഡ്രസ്സ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ ഫ്ലവർ അല്ല നമുക്ക് ബോ ആണ് വേണ്ടതെങ്കിൽ ബോ ചെയ്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയിൻ കളറിൽ വേണമെങ്കിൽ പ്ലെയിൻ കളറിൽ ചെയ്യാം. അതല്ല ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഈ ഒരു ലെയറിൻ്റെ ഭാഗം നിങ്ങൾക്ക് വേറെ കളർ വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ സിംഗിൾ ക്രോഷേ ബാക്ക് പോസ്റ്റ് ചെയ്തില്ലേ, അത് നമ്മൾ ഏത് കളറാണോ മുകളിൽ കൊടുത്തിട്ടുള്ളത് ആ കളർ തന്നെ ഈ ഒരു ഭാഗത്തും കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ലെയർ ചെയ്യുന്ന ഈ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ട് ലെയർ ചെയ്യുന്നുണ്ടല്ലോ, ആ ഭാഗം നമുക്ക് വേറെ കളർ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഏത് കളറാണോ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഈ മുകളിൽ ചെയ്തിട്ടുള്ളത് അതേ കളർ തന്നെ സിംഗിൾ ക്രോഷേ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റും ചെയ്യണം. അല്ലെങ്കിൽ അതിങ്ങനെ എടുത്ത് കാണിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്ക് പോസ്റ്റിൻ്റെ സ്റ്റിച്ച് ഇങ്ങനെ ആ ഒരു കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഭാഗം കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.